വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം: എവിടേക്കുള്ള യാത്രയിലാണ് യേശു സമരിയായിക്കും ഗലീലയ്ക്കും മധ്യേ കടന്നു പോവുകയായിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ജെറുസലേമിലേക്കുള്ള. ക്വസ്റ്റ്യൻ നമ്പർ 2. സമയമായപ്പോൾ മുന്തിരി പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് അവൻ ആരെയാണ് കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഒരു ഭൃത്യനെ. ക്വസ്റ്റ്യൻ നമ്പർ 3. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ എന്തിനും നാമകാരണമായ പിതാവിന്റെ മുൻപിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പിതൃത്വങ്ങൾക്കും. ക്വസ്റ്റ്യൻ നമ്പർ 4. ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നത് ഏത് ദിനങ്ങളാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഉത്സവ ദിനങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 5. നിങ്ങളുടെയും അവരുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവിടുത്തേക്ക് മുഖം നോട്ടമില്ലെന്നും അറിയുവിൻ. ഈ ഉപദേശം ആരോടുള്ളതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, യജമാനന്മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 6. ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചത് കൊണ്ട് കർത്താവിനെ എന്ത് ചെയ്യുമെന്ന് ഞാൻ അറിയുന്നു? ന്യായാധിപന്മാർ 17 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അനുഗ്രഹിക്കുമെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 7. ദൈവത്തെ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭയപ്പെടുകയോ. ക്വസ്റ്റ്യൻ നമ്പർ 8. ജഫ്ത ആരെയെല്ലാം ഒന്നിച്ചു കൂട്ടി എഫ്രൈമിനോട് യുദ്ധം ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഗിലെയാദുകാർ. ക്വസ്റ്റ്യൻ നമ്പർ 9. ആരുടെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിന്റെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി? ലായിഷ് എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇസ്രായേലിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 10. മർത്യകുലം എന്തിനാൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന് നിത്യമായ ഉടമ്പടിയാണ് നോഹയുമായി ചെയ്യപ്പെട്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ജലപ്രളയം. ക്വസ്റ്റ്യൻ നമ്പർ 11. ഇത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു, കാരണം അവൻ വലിയ പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ധനികനായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 12. സാംസണിന്റെ ശരീരം കൊണ്ടുപോകാൻ വന്നവർ ആരെല്ലാം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സഹോദരന്മാരും കുടുംബക്കാരും. ക്വസ്റ്റ്യൻ നമ്പർ 13. ആലോചനാ സംഘത്തിലെ അംഗമായ അവൻ നല്ലവനും നീതിമാനുമായിരുന്നു. ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, അരിമത്തിയായിൽ നിന്നുള്ള ജോസഫ്. ക്വസ്റ്റ്യൻ നമ്പർ 14. പ്രാർത്ഥന ദൈവം കേട്ടു. വയലിലായിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നു. ഭർത്താവായ മനോവ അവളോടുകൂടെ ഉണ്ടായിരുന്നില്ല. ന്യായാധിപന്മാർ
13 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മനോവയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 15. കഴുതകൾക്ക് വേണ്ട പുല്ലും വൈക്കോലും ഈ ഡാഷ് ദാസിക്കും ഈ ചെറുപ്പക്കാരനും വേണ്ട. അപ്പവും വീഞ്ഞും ഞങ്ങളുടെ കൈവശമുണ്ട്, ഒന്നിനും കുറവില്ല. ന്യായാധിപന്മാർ 19 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ദാസനും. ക്വസ്റ്റ്യൻ നമ്പർ 16. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന ഡാഷ് അനുഗ്രഹീതൻ. സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് അവർ ആർത്തു വിളിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി രാജാവ്. ക്വസ്റ്റ്യൻ നമ്പർ 17. അക്കാലത്ത് ഇസ്രായേലിൽ ആരില്ലായിരുന്നു? ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത്. ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി രാജാവ്. ക്വസ്റ്റ്യൻ നമ്പർ 18. അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച് ദൈവഭയമില്ലാത്ത ജനമേ, നിങ്ങൾക്ക് കഷ്ടം. വാക്യം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ പ്രഭാഷകൻ 41:8. ക്വസ്റ്റ്യൻ നമ്പർ 19. ഇസ്രായേലിൻ്റെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിൻ്റെ പേർ ആ ഡാഷ് അവർ നൽകി. ലായിഷ് എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേർ. ന്യായാധിപന്മാർ 18 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സ്ഥലത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 20. അത്യുന്നതൻ്റെ നിയമം അവിടുത്തെ ഉടമ്പടി ഡാഷ് കുറ്റം വിധിക്കുക. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അപരാധകനെ. ക്വസ്റ്റ്യൻ നമ്പർ 21. ആര് ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയമായിരിക്കണം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ സഭ. ക്വസ്റ്റ്യൻ നമ്പർ 22. നമുക്ക് ഓരോരുത്തർക്കും ആരുടെ ദാനത്തിനനുസൃതമായി കൃപ നൽകപ്പെട്ടിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ക്രിസ്തുവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 23. ഞാൻ ആഴ്ചയിൽ ഡാഷ് ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 2 പ്രാവശ്യം. ക്വസ്റ്റ്യൻ നമ്പർ 24. ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും ഡാഷ് പിന്നാലെ പോയിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ യേശുവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 25. ഏത് ഗോത്രക്കാർ ഗിബെയയിൽ നിന്നും വന്ന 20,000 ഇസ്രായേൽക്കാരെ അന്ന് അരിഞ്ഞു വീഴ്ത്തി? ന്യായാധിപന്മാർ 20 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ബെഞ്ചമിൻ. ക്വസ്റ്റ്യൻ നമ്പർ 26. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ്റെ തലയിൽ ഡാഷ് തൊടരുത്. അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുവാൻ ആരംഭിക്കും. ന്യായാധിപന്മാർ 13 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ക്ഷൗരക്കത്തി. ക്വസ്റ്റ്യൻ നമ്പർ 27. അവർ ജബൂസിന്റെ അടുത്തെത്തിയപ്പോൾ നേരം വളരെ വൈകിയിരുന്നു. ഭൃത്യൻ ഡാഷ് പറഞ്ഞു, നമുക്ക് ജബൂസിയരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം. ന്യായാധിപന്മാർ 19 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി യജമാനനോട്. ക്വസ്റ്റ്യൻ നമ്പർ 28. ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ഏത് ഗോത്രക്കാർ കേട്ടു? ന്യായാധിപന്മാർ 20 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ബെഞ്ചമിൻ. ക്വസ്റ്റ്യൻ നമ്പർ 29. പാപികളുടെ സന്താനങ്ങൾ ആരാണ്?
പ്രഭാഷകനിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മ്ലേച്ഛ സന്തതികളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 30. സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവുമായിരുന്ന പ്രധാന പുരോഹിതൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ശിമയോൻ. ക്വസ്റ്റ്യൻ നമ്പർ 31. സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ആരുടെ ബഹുമുഖജ്ഞാനം വ്യക്തമാക്കി കൊടുക്കുക എന്നാണ് പൗലോസ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവത്തിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 32. ദൈവത്തിൻ്റെ ആലയം ശീലോയിലായിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ എന്ത് അവർ അവിടെ പ്രതിഷ്ഠിച്ചു? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കൊത്തുവിഗ്രഹം. ക്വസ്റ്റ്യൻ നമ്പർ 33. നിന്റെ മേൽ പ്രകാശിക്കുന്നത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 34. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ദാൻ ഗോത്രക്കാർ എന്തു ചെയ്യാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത്? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അധിവസിക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 35. മിക്ക ലേവ്യനെ പുരോഹിതനായി അവരോധിച്ചു. അങ്ങനെ ആ യുവാവ് ആരുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കി? ന്യായാധിപന്മാർ 17 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മിക്കായുടെ. ക്വസ്റ്റ്യൻ നമ്പർ 36. യൂദയായിലെ എവിടെ യൂദാവംശജനായ ഒരു യുവാവ് ഉണ്ടായിരുന്നു? അവിടെ വന്നു പാർത്ത ഒരു ലേവ്യർ? ന്യായാധിപന്മാർ 17 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ബെത്ലഹേമിൽ. ക്വസ്റ്റ്യൻ നമ്പർ 37. ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബെയയിൽ നിന്നും വന്ന 20,000 ഇസ്രായേൽക്കാരെ അന്ന് എന്ത് ചെയ്തു? ന്യായാധിപന്മാർ 20 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, അരിഞ്ഞു വീഴ്ത്തി. ക്വസ്റ്റ്യൻ നമ്പർ 38. 12 പേരിൽ ഒരുവനും സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നവനുമായ യൂദാസിൽ ആര് പ്രവേശിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സാത്താൻ. ക്വസ്റ്റ്യൻ നമ്പർ 39. ഫിലിസ്തീൻ പ്രഭുക്കന്മാർ തങ്ങളുടെ ദേവനായ ആർക്ക് ഒരു വലിയ ബലി കഴിച്ചു? സന്തോഷിക്കാൻ ഒരുമിച്ച് കൂടി? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദാഗോന്. ക്വസ്റ്റ്യൻ നമ്പർ 40. എങ്ങനെയുള്ള ആ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവിൻ എന്നാണ് കർത്താവ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നീതിരഹിതനായ. ക്വസ്റ്റ്യൻ നമ്പർ 41. മരണമേ, തൻ്റെ സമ്പത്തിൻ്റെ മധ്യ സമാധാനപൂർവ്വം ജീവിക്കുന്നവന്, അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളുമുള്ളവന്, രുചികരമായ ഡാഷ് ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ്. പ്രഭാഷകൻ 41:1 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വിഭവങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 42. വൃദ്ധൻ അവരെ വീട്ടിൽ കൊണ്ടുപോയി എന്തിന് തീറ്റി കൊടുത്തു? അവർ കാല് കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. ന്യായാധിപന്മാർ 19 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കഴുതകൾക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 43. ദൈവം ലോഹിയിലുള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നു. അതിൽ നിന്ന് ജലം പുറപ്പെട്ടു. അവൻ വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായി. അതുകൊണ്ട് അതിന് ഡാഷ് എന്ന പേര് കിട്ടി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, എൻഹക്കോർ. ക്വസ്റ്റ്യൻ നമ്പർ 44. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കേണ്ടത് എന്തിലെല്ലാമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി,
യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും. ക്വസ്റ്റ്യൻ നമ്പർ 45. ജഫ്ത ഇസ്രായേലിൽ 6 വർഷം ന്യായപാലനം നടത്തി. എവിടുത്തുകാരനായ ജഫ്ത മരിച്ചു. സ്വന്തം പട്ടണമായ ഗിലെയാദിൽ അടക്കപ്പെട്ടു. ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഗിലെയാദുകാരനായ. ക്വസ്റ്റ്യൻ നമ്പർ 46. അവനിലുള്ള എന്ത് മൂലമാണ് ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുള്ളത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിശ്വാസം. ക്വസ്റ്റ്യൻ നമ്പർ 47. മിസ്പായിൽ കർത്താവിന്റെ മുൻപാകെ വരാത്തവനെ എന്ത് ചെയ്യണമെന്ന് അവർ ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്നു? ന്യായാധിപന്മാർ 21 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കൊന്നുകളയണമെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 48. നീ ഡാഷ് ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർവ്രതക്കാരനായിരിക്കും. അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുവാൻ ആരംഭിക്കും. ന്യായാധിപന്മാർ 13 പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗർഭം. ക്വസ്റ്റ്യൻ നമ്പർ 49. മിസ്ബായിൽ കർത്താവിന് മുൻപാകെ വരാത്തവനെ കൊന്നുകളയണമെന്ന് അവർ എന്ത് ചെയ്തിരിക്കുന്നു? ന്യായാധിപന്മാർ 21 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൃഢപ്രതിജ്ഞ. ക്വസ്റ്റ്യൻ നമ്പർ 50. ഡാഷ് എന്ന് വിളിക്കപ്പെടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ അടുത്തു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പെസഹ. ക്വസ്റ്റ്യൻ നമ്പർ 51. ആർക്ക് വേണ്ടിയുള്ള കൽപ്പനകളാണ് കർത്താവ് മോശയെ ഏൽപ്പിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, തൻ്റെ ജനത്തിന് വേണ്ടിയുള്ള. ക്വസ്റ്റ്യൻ നമ്പർ 52. അവൻ അവരോട് പറഞ്ഞു, പീഡ അനുഭവിക്കുന്നതിന് മുൻപ് നിങ്ങളോടുകൂടെ ഈ ഡാഷ് ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പെസഹ. ക്വസ്റ്റ്യൻ നമ്പർ 53. പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയായി ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജോഷുവ. ക്വസ്റ്റ്യൻ നമ്പർ 54. തൻ്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിനും കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ. വാക്യം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പ്രവാചകൻ 45:26. ക്വസ്റ്റ്യൻ നമ്പർ 55. എത്ര പേർ മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടു? ന്യായാധിപന്മാർ 20 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 600. ക്വസ്റ്റ്യൻ നമ്പർ 56. കർത്താവിൻ്റെ വിസ്മയനീയമായ ഡാഷ് അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണ്ണീയമാണ്. പ്രഭാഷകൻ 42 കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പ്രവർത്തികൾ. ക്വസ്റ്റ്യൻ നമ്പർ 57. എന്തില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവഭയമില്ലാത്ത. ക്വസ്റ്റ്യൻ നമ്പർ 58. മനോവ ഫാരയോട് പറഞ്ഞു, ഡാഷ് കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 59. ദൈവം ക്രിസ്തു വഴിയാണ് നിങ്ങളോട് എന്ത് ചെയ്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ക്ഷമിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 60. ജഫ്ത ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ വെറുക്കുകയും എന്നെ ഡാഷ് ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ? പൂരിപ്പിക്കുക.
ശരിയായ ഉത്തരം ഓപ്ഷൻ എ പിതാവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 61. സാംസൺ തിമ്നായിലേക്ക് പോയി. അവിടെ വെച്ച് ഏത് യുവതിയെ കണ്ടു? ന്യായാധിപന്മാർ 14 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഫിലിസ്ത്യ. ക്വസ്റ്റ്യൻ നമ്പർ 62. തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് മടങ്ങിച്ചെന്ന് ഡാഷ് പുതുക്കി അവർ അവിടെ താമസിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി പട്ടണം. ക്വസ്റ്റ്യൻ നമ്പർ 63. പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയായി ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ജോഷ. ക്വസ്റ്റ്യൻ നമ്പർ 64. ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടു. ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ഡാഷ് ജനം ആവശ്യപ്പെട്ടു. ന്യായാധിപന്മാർ 20 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 65. രാത്രിയിൽ യേശു പട്ടണത്തിന് പുറത്തു പോയി. എവിടെയാണ് വിശ്രമിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഒലിവ് മലയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 66. നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്, മരണത്തിലും ശാപമാണ് നിങ്ങളുടെ ഡാഷ്. പ്രഭാഷകൻ 41 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വിധി. ക്വസ്റ്റ്യൻ നമ്പർ 67. ആയുടെ ചത്ത ഒരു കഴുതയുടെ താടിയിൽ കിടക്കുന്നത് അവൻ കണ്ടു. അതെടുത്ത് അവൻ ഡാഷ് പേരെ അതുകൊണ്ട് കൊന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1000. ക്വസ്റ്റ്യൻ നമ്പർ 68. സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത. സ്ത്രീയാണ് ഡാഷ് അപമാനവും വരുത്തുന്നത്. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ലജ്ജയും. ക്വസ്റ്റ്യൻ നമ്പർ 69. വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് എന്ത് വരുന്നു? പ്രഭാഷകൻ 42 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ദുഷ്ടത. ക്വസ്റ്റ്യൻ നമ്പർ 70. അത്യുന്നതന്റെ നിയമം അവിടുത്തെ ഡാഷ് അപരാധനെ കുറ്റം വിധിക്കുക. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഉടമ്പടി. ക്വസ്റ്റ്യൻ നമ്പർ 71. അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ 30 പേരെ കൊല്ലാൻ സാംസണിന് എങ്ങനെ കഴിഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വന്നതുകൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 72. ദൈവം ലോഹിയിലുള്ള ഡാഷ് ഒരു സ്ഥലം തുറന്നു. അതിൽ നിന്ന് ജലം പുറപ്പെട്ടു. അവൻ വെള്ളം കുടിച്ചു, ഊർജ്ജസ്വലനായി. അതുകൊണ്ട് അതിന് എൻഹക്കോർ എന്ന് പേര് കിട്ടി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ പൊള്ളയായ. ക്വസ്റ്റ്യൻ നമ്പർ 73. ഡാഷ് ദൈവമായ കർത്താവെ, ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാക്കത്തക്ക വണ്ണം ഈ നാശം വന്നു ഭവിച്ചത് എന്തുകൊണ്ട്? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഇസ്രായേലിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 74. ഗിബെയായോട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. എന്ത് ചെയ്യാമെന്നാണ് ജനം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് ശബ്ദം ചെയ്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി നറുക്കിട്ട് നമുക്കതിനെ ആക്രമിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 75. എന്നിനരികെയുള്ള ബേസ്ഫഗെ, ബദാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഒലിവ് മലയ്ക്ക്.
ക്വസ്റ്റ്യൻ നമ്പർ 76. ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർദ്ധിക്കുവിൻ. ആരോടാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കുഞ്ഞുങ്ങളോട്. ക്വസ്റ്റ്യൻ നമ്പർ 77. പുരോഹിതൻ പറഞ്ഞു, സമാധാനമായി പോകുവിൻ. നിങ്ങളുടെ ഈ യാത്രയിൽ ആര് നിങ്ങളെ സംരക്ഷിക്കും? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 78. അവനോട് കൂടെ താമസിക്കാൻ ലേവ്യന് ഡാഷ് ആ യുവാവ് അവന് പുത്രനെ പോലെ ആയിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സന്തോഷമായി. ക്വസ്റ്റ്യൻ നമ്പർ 79. മനുഷ്യരെയും മൃഗങ്ങളെയും ഡാഷ് കണ്ട എല്ലാത്തിനെയും വാളിനിരയാക്കി പട്ടണങ്ങൾക്ക് തീ വെച്ചു. ന്യായാധിപന്മാർ 20 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കണ്ണിൽ. ക്വസ്റ്റ്യൻ നമ്പർ 80. മിക്കായുടെ സ്വദേശം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, എഫ്രായിം മലനാട്ടിൽ. ക്വസ്റ്റ്യൻ നമ്പർ 81. യേശു പത്രോസിനെയും യോഹന്നാനെയും അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി നമുക്ക് എന്ത് ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പെസഹ. ക്വസ്റ്റ്യൻ നമ്പർ 82. എഫ്രായിം മലനാട്ടിൽ മിക്ക എന്നൊരാൾ ഉണ്ടായിരുന്നു. അവൻ ഡാഷ് പറഞ്ഞു. ന്യായാധിപന്മാർ 17 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, അമ്മയോട്. ക്വസ്റ്റ്യൻ നമ്പർ 83. അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവന്റെ പാദങ്ങൾക്ക് കീഴിലാകുകയും എല്ലാറ്റിനും മുകളിൽ അവനെ ആരായി നിയമിക്കുകയുമാണ് ചെയ്തത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സഭയുടെ തലവനായി. ക്വസ്റ്റ്യൻ നമ്പർ 84. ജനം പിറ്റേ ദിവസം എപ്പോൾ ഒരു ബലിപീഠം നിർമ്മിച്ച് അതിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. ന്യായാധിപന്മാർ 21 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പുലർച്ചയ്ക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 85. ഡാഷ് ബെഞ്ചമിൻ വംശജർക്ക് ഭാര്യമാരെ ലഭിക്കാൻ നാം എന്ത് ചെയ്യണം? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ശേഷിച്ചിരിക്കുന്ന. ക്വസ്റ്റ്യൻ നമ്പർ 86. യൂദായിലെ ബെത്ലഹേമിൽ യൂദാ വംശജനായ ആരുണ്ടായിരുന്നു? അവിടെ വന്ന് പാർത്ത ഒരു ലേവ്യർ. ന്യായാധിപന്മാർ 17 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഒരു യുവാവ്. ക്വസ്റ്റ്യൻ നമ്പർ 87. ഇതിനെക്കുറിച്ച് അമ്പരന്ന് നിൽക്കവേ 2 പേർ എന്ത് വസ്ത്രങ്ങൾ ധരിച്ച് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു? ലൂക്ക 24:4 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, തിളങ്ങുന്ന. ക്വസ്റ്റ്യൻ നമ്പർ 88. ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടു. ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ഇസ്രായേൽ ജനം ഡാഷ്. ന്യായാധിപന്മാർ 20 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ആവശ്യപ്പെട്ടു. ക്വസ്റ്റ്യൻ നമ്പർ 89. ദാൻ എന്ന സ്ഥലത്തിന്റെ ആദ്യത്തെ പേര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ലായിഷ്. ക്വസ്റ്റ്യൻ നമ്പർ 90. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവർത്തികൾക്കായി ആരിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശുക്രിസ്തുവിൽ. ക്വസ്റ്റ്യൻ നമ്പർ 91. മ്ലേച്ഛതയും ചാപ്പല്യവും വ്യർത്ഥ ഭാഷണവും നമുക്ക് യോജിച്ചതല്ല. പകരം എന്താണ് നമുക്ക് ഉചിതം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കൃതജ്ഞതാ സ്തോത്രം. ക്വസ്റ്റ്യൻ നമ്പർ 92.
കുറേ നാൾ കഴിഞ്ഞ് സാംസൺ എന്ത് വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നു? ന്യായാധിപന്മാർ 15 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഗോതമ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 93. ഫിലിസ്തീനരുടെ കാലത്ത് 20 വർഷം സാംസൺ എവിടെ ന്യായാധിപനായിരുന്നു? ന്യായാധിപന്മാർ 15 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇസ്രായേലിൽ. ക്വസ്റ്റ്യൻ നമ്പർ 94. എന്തിനെ ഭയപ്പെടേണ്ട? പ്രവാചകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മരണവിധിയെ. ക്വസ്റ്റ്യൻ നമ്പർ 95. ഇസ്രായേൽ ഡാഷ് പോയിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടു. ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടു. ന്യായാധിപന്മാർ 20 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മിസ്പായിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 96. ദുർമോഹത്തോടെ നോക്കുന്നതിലും ലജ്ജിക്കണം. ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, അന്യൻ്റെ ഭാര്യയെ. ക്വസ്റ്റ്യൻ നമ്പർ 97. പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട് എന്ത് നിറഞ്ഞിരിക്കുന്നു? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കെട്ടിടം. ക്വസ്റ്റ്യൻ നമ്പർ 98. ദൈവഭയമില്ലാത്ത പിതാവിനെ ആരാണ് കുറ്റപ്പെടുത്തുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മക്കൾ. ക്വസ്റ്റ്യൻ നമ്പർ 99. എന്ത് കവചം ധരിച്ചാണ് ഉറച്ചു നിൽക്കേണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നീതിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 100. യേശു കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ആരെ അവൻ്റെ അടുത്ത് അവർ കൊണ്ടുവന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശിശുക്കളെ. ഇന്നത്തെ പഠനഭാഗത്തിലെ പോലെ 100 ചോദ്യങ്ങളുടെ ആയിരക്കണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ വചനമായ ലോഗോസ് ക്ലബ് അംഗത്വമുള്ളവർക്ക് ലോഗോസ് ക്ലബിൽ നിന്നും ലഭിക്കുന്നതാണ്. കൂടാതെ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും 100 കണക്ക് സെറ്റ് ചോദ്യോത്തരങ്ങൾ ചെയ്തു പഠിക്കുവാൻ ലോഗോസ് ക്ലബിൽ അംഗത്വം സഹായിക്കുന്നു. ഇപ്രകാരം വചനവയൽ ആപ്പിൽ മാസ, വാർഷിക, ലൈഫ് അംഗത്വം എടുത്ത് എക്കാലത്തെയും ലോഗോസ് ക്വിസിനൊരുങ്ങുവാൻ അസുലഭമായ സന്ദർഭം. ഏവർക്കും വചനവയൽ ആപ്പിലേക്ക് സ്വാഗതം.